ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്, ചുരിദാറിനൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെങ്കിലും കുറച്ച് പേർക്കൊക്കെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ എന്നോട് ഒരു വീഡിയോ ഇട്ട് തന്നെ ആ ഒരു സംശയം ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നെ അത്രയും മനസ്സിലാക്കി തന്ന ആൾക്ക് ഞാൻ ഇത്രയും നന്നായിട്ട് അതിന് തിരിച്ചു പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തന്ന ആ ഒരു വീഡിയോയിൽ ഇങ്ങനെയാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തത് ലൈനിങ്ങിലാണ്. ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തുണിയുടെ നല്ല വശം ചീത്ത വശം എന്നുള്ളൊരു പ്രശ്നമില്ല. എന്നാൽ നമ്മൾ നല്ല തുണിയിൽ, നമ്മുടെ പുറമേ കാണുന്ന നല്ല തുണിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല വശവും ചീത്ത വശവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ചീത്ത വശം നല്ല വശം ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം റൈറ്റും ഒരെണ്ണം ലെഫ്റ്റുമായിട്ട് ആമോളിന്റെ അവിടെ വരണം, ആ കുഴിച്ചു വെട്ടുന്നത്. അപ്പൊ അത് വന്നില്ലെങ്കിൽ രണ്ടും ഒരു സൈഡിലേക്കൊക്കെ വരുന്ന പ്രശ്നം ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. അത് എനിക്കും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വരുന്ന ഒരു അബദ്ധമാണ്. അപ്പൊ ആ ഒരു അബദ്ധം ഇനിയും വരുന്നവർക്ക് കൂടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ എനിക്ക് ഇട്ട ആ ഒരു വീഡിയോ നിങ്ങളും കൂടി ഒന്ന് കാണണ്ടേ? അതുകൂടി കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രണ്ട് കൈക്കുള്ള തുണിയാണ് ഇതിപ്പം. സ്ലീവിന്റെ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ. ഇത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്നത് ഇങ്ങനെ വെട്ടി, സപ്പോസ് ഇതിങ്ങനെ വെട്ടിയേക്കുന്നു. ഇതിനകത്ത് ഞാനിപ്പോ എന്താ ഇങ്ങനെ വെട്ടിയേക്കുന്ന സാധനം കുഴിച്ച് വെട്ടുന്നു. അന്നേരം ഈ രണ്ട് തുണികളും കുഴിച്ച് വെട്ടുവാന്നേ, ലെഫ്റ്റും റൈറ്റും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് താണ്ട് ഇങ്ങനെ കുഴിച്ച് കയറ്റി വെട്ടി. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ് ആകുമ്പോഴേ ഇത് നമ്മൾ എങ്ങനെ തിരിച്ചു വരുന്നേ അതെനിക്കറിയാൻ വയ്യ. ഇതാണ് എൻ്റെ സംശയം. ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് തയ്ച്ച് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയേക്കുന്നത്, മറ്റേതിനകത്ത് കർവ് വരുമ്പോൾ ഇങ്ങനെ തയ്ക്കും. പക്ഷെ ഇവിടെ എന്താ ഇത് ഇപ്പുറത്ത് വരാത്ത? അത് നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ് തയ്ക്കണം. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് സംശയം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ സ്ലീവിൽ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാന്ന്. ഇപ്പൊ ഞാൻ തുണി രണ്ട് സ്ലീവിനുള്ളത് മടക്കിയാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഇത് ഇതിന്റെ ചീത്ത വശമാണ്, ഇത് ഇതിന്റെ നല്ല വശം. നമ്മൾ തുണി ഇടുമ്പോഴത്തേക്കും ഇതിപ്പോ രണ്ട് പീസാണല്ലോ, ഇതൊരു പീസ്, ഇത് രണ്ടാമത്തെ പീസ്. അത് നമ്മൾ നല്ല പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതി. ഇതിപ്പോ ഫേസ് ടു ഫേസ് നല്ല വശം വരണം. അതായത് ഈ തുണിയുടെ നല്ല വശം ഇതാണ്, അതുപോലെ ഈ തുണിയുടെ നല്ല വശം ഇതാണ്, ഇത് ചീത്ത വശം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇടുക. നല്ല വശം രണ്ടും ഒരുപോലെ അടുത്തടുത്ത് വരണം, ചീത്ത വശം രണ്ടും പുറത്തേക്ക് വരുന്ന രീതി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കേട്ടോ. ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവിന് മടക്കുന്ന പോലെ രണ്ടായിട്ട് വീണ്ടും മടക്കുക. ഓക്കെ, കണ്ടോ? ഇനി നമ്മൾ ഇവിടുന്ന് സ്ലീവിന്റെ ലെങ്ത് ഇപ്പൊ ഞാൻ ഷോർട്ട് സ്ലീവ്. വേറൊരു സംശയം ചോദിച്ചിരുന്നത്, ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഷോർട്ട് സ്ലീവിനും കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഷോർട്ട് സ്ലീവിന്റെ അളവിൽ ചുമ്മാ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, 7.5 എടുത്തു. സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത് ഇവിടെ എടുക്കുക. അതുപോലെ തന്നെ സ്ലീവിന്റെ വണ്ണം എത്രയാണോ, വണ്ണം 6 എടുത്തു, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തു. അതുപോലെ കൈക്കുഴിയുടെ അളവ് എടുത്ത്, അതൊക്കെ സെയിം ആണ് കേട്ടോ. ഞാൻ ഇതിനി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാം കൈക്കുഴി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ.
ഇപ്പം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തു. ഇത് നമ്മൾ കുഴിച്ച് വെട്ടാനുള്ളത് വരച്ചു. ഇത് നമ്മുടെ സ്ലീവിന്റെ മെഷർമെന്റ്. ഓക്കെ, തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിതിങ്ങനെ സാധാരണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനെ നിവർത്തിയിട്ടിട്ട് കൈക്കുഴി ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് 2 പീസിന്റെ 2 സ്ലീവും കൂടി ചേർത്തിട്ട് തന്നെയാണ് കൈക്കുഴിയും വെട്ടുന്നത്. ഒറ്റയടിക്ക് കൈക്കുഴി വെട്ടാവുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. കണ്ടോ, കൈക്കുഴി വെട്ടിയെടുത്തു. ഓക്കെ, ഇനി നോക്കുക. ഇത് നമ്മുടെ കൈക്കുഴി വന്നേക്കുന്നത് ഇവിടെ. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഇത് നമ്മുടെ റൈറ്റ് സൈഡ്. കണ്ടോ, റൈറ്റും ലെഫ്റ്റും ഒരുമിച്ച് ഒരേപോലെ കൃത്യമായിട്ട് വന്നു. ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ നമ്മൾ തുണി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തുണി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തുണി ഇടുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തതുപോലെ നല്ല വശം രണ്ടും ഒരുപോലെ വരുന്ന പോലെ ഇടുക. എന്നിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈക്കുഴി ഒറ്റയടിക്ക് വെട്ടുകയും ചെയ്യാം. അത് റൈറ്റും ലെഫ്റ്റും ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇപ്പൊ ഈ സംശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടാൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ഇട്ടത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. കമൻസ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്